സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും ടെൻഷനും ഇടയിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ പേരും സോഷ്യൽ മീഡിയയിൽ കുറച്ച് സമയം ചിലവഴിക്കുന്നത്. അപ്പോഴുണ്ട് പിടിച്ചതിലും വലുതാണ് അറയിലുള്ളതെന്ന് പറഞ്ഞ കണക്ക് അവിടെ മുഴുവൻ നെഗറ്റിവിറ്റിയുടെ ഹോൾസെയിൽ വിൽപ്പന നടക്കുന്നത്. പലതരത്തിലുള്ള നെഗറ്റിവിറ്റികൾ ഇവിടെ സുലഭമാണെങ്കിലും അതിൽ ഏറ്റവും അപകടകരമായ ഒന്നായിട്ട് എനിക്ക് തോന്നിയത് സോഷ്യൽ മീഡിയയിലെ വ്യക്തി വിചാരണകളാണ്. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത്തരം നെഗറ്റിവിറ്റികൾക്ക് മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് വ്യൂസും ലൈക്സും കമന്റ്സും ഒത്തിരി കൂടുതലാണെന്നുള്ളതാണ്. കോടതിമുറികളിലെ കൊടും കുറ്റവാളികളുടെ വിചാരണ പോലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ നമ്മുടെ ചില റിയാക്ഷൻ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും വിചാരണകളെക്കാൾ എത്രയോ ഭേദമാണെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ഒരേ വിഭാഗത്തിൽപ്പെട്ട ഒത്തിരി പേരെ ഒരുമിച്ച് വിമർശിക്കുന്നവരെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ. ഈ ഒരാളെ തിരഞ്ഞുപിടിച്ച് കൂട്ടമായി ആക്രമിക്കുന്ന രീതിയുണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു പൗരന്റെ അവകാശമാണെന്നുമുള്ളതൊക്കെ ശരി തന്നെ. എന്നാൽ അതൊരാളെ ഒറ്റപ്പെടുത്തി നിർത്തി തേജോവധം ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന 3 സോഷ്യൽ മീഡിയ വിചാരണകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ആദ്യത്തേത് രേണു സുധി എന്ന വ്യക്തിക്കെതിരെയുള്ള അതിഭയാനകമായ സോഷ്യൽ മീഡിയ ബുള്ളിംഗ് ആണ്. എന്താണ് അവരുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം? ഒരു കലാകാരന്റെ ഭാര്യയായിരുന്ന അവർ ഭർത്താവ് മരിച്ചപ്പോൾ വെള്ളസാരി ഉടുത്ത് വീട്ടിലിരിക്കേണ്ട സ്ഥാനത്ത് അത്യാവശ്യം മോഡേൺ വസ്ത്രങ്ങളൊക്കെ ഇട്ട് അഭിനയിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് ആദ്യം പലരെയും അസ്വസ്ഥരാക്കിയത്. പിന്നെ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല, അവർക്ക് സൗന്ദര്യമില്ല, അവരുടെ രൂപത്തേക്ക് വളരെ മോശമായ രീതിയിലാണ് പലയിടത്തും പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ ചോദ്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഏത് രീതിയിലാണ് മോശമായി ബാധിച്ചത്? അവരഭിനയിച്ചാലും എന്ത് വസ്ത്രം ധരിച്ചാലും ഏത് രൂപത്തിലിരുന്നാലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് അവരെ ഇഷ്ടമില്ലെങ്കിൽ അവരുടെ ഷോർട്ട് ഫിലിമും ഇന്റർവ്യൂസും മറ്റും കാണരുത്. ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ? യൂട്യൂബ് പറഞ്ഞോ നിങ്ങളോട് ഇതും കണ്ട് 2 മോശം കമന്റും ഇട്ടിട്ട് പോയാൽ മതിയെന്ന്? അവരുടെ അഭിനയവും രൂപവും സ്വഭാവവും എല്ലാം തുടക്കത്തിൽ തന്നെ അറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവരുടെ പരിപാടികൾ കാണുകയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. സോഷ്യൽ മീഡിയ വിചാരണ കോടതിയിലെ 2ാമത്തെ ഇരയാണ് മിസ്റ്റർ മൃണാൾ. ആളൊരു പുതിയ ഹോട്ടൽ തുടങ്ങിയ അന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങളും. തനിക്ക് ചുറ്റുമുള്ളവർ മോശമായ ഒരു പച്ചവെള്ളം പോലും എവിടെ നിന്നും കുടിക്കരുതെന്ന് ദൃഢനിശ്ചയമുള്ള ചില ഫുഡ് ബ്ലോഗേഴ്സ് രാഖി രാമാനം പെട്ടിയും എടുത്ത് ഹംഗ്രി മൃണാളിന്റെ മുമ്പിൽ താമസം തുടങ്ങി. ഇദ്ദേഹം പണ്ട് പലയിടത്തും പോയി ഫുഡ് കഴിച്ച് പല നെഗറ്റീവ് റിവ്യൂസും കൊടുത്തിട്ടുള്ളതാണ്. ഇതാണത്ര ഇവരെ ചൊടിപ്പിച്ചത്. പിന്നെ അങ്ങോട്ട് പൊടി പൂരമാർന്നില്ലേ? ഈച്ച, പൂച്ച, 7 രൂപയുടെ പപ്പടം എന്ന് തുടങ്ങി പുഴുവരെ രംഗപ്രവേശം ചെയ്തു. ശരി, ഇനി ഈ പറഞ്ഞതൊക്കെ വാസ്തവമാണെന്നിരിക്കട്ടെ, വേറൊരു മാവിലും ഇത്രയും ആവശ്യത്തിൽ കല്ലെറിയുന്നില്ലല്ലോ. അതെങ്ങനെയാ? നല്ല കനത്തിൽ മാങ്ങിയുള്ള മാവൊക്കെയല്ലേ കണ്ണിൽ പെടത്തുള്ളൂ അല്ലേ? അവസാനത്തേതും ലേറ്റസ്റ്റുമായിട്ടുള്ള ഇരയാണ് വ്ളോഗർ കല്യാണി, അതായത് മൈ വേ ബൈ കല്യാണി എന്ന ചാനലിന്റെ ഉടമ. അവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് കുറച്ചുകൂടെ കൂടിയ വകുപ്പുകളാണ് കേട്ടോ. ബ്യൂട്ടി പ്രൊഡക്ട്സ് യൂസ് പോലും ചെയ്യാണ്ട് ക്യാഷ് വാങ്ങി പ്രൊമോട്ട് ചെയ്യുന്നത് മൂലം സ്വന്തം യൂട്യൂബേഴ്സിനെ പച്ചയ്ക്ക് പറ്റിക്കുന്നു. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇവർ പറഞ്ഞതിന് പ്രകാരം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എത്ര പേർക്ക് സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടായി? അങ്ങനെ നേരിട്ട് ഇതിൽ നിന്നും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായ ആരെങ്കിലും പരാതിയുമായി വന്നിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ പറയുന്ന കല്യാണിയേക്കാൾ ഇത്തരം പ്രൊഡക്ട്സിനെ പറ്റി അറിവുള്ളവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും. ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇതെല്ലാം വാങ്ങി മാറി മാറി ഉപയോഗിക്കാൻ ഇരിക്കുമല്ല അവർ. ഇനി ഇവരുടെ വാക്ക് കേട്ട് ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആരെങ്കിലും ഉപയോഗിച്ചു എന്നിരിക്കട്ടെ, എങ്കിൽ തന്നെയും ഇങ്ങനെ വളഞ്ഞിട്ട് ഒറ്റപ്പെടുത്തി കല്ലെറിയാൻ ഇവരാണോ വ്യത്യസ്ത കമ്പനികളുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി? കല്ലെറിയുമ്പോൾ അതോടെ ഒന്ന് ഓർക്കുക, ഇവിടെ വെറും വിമർശനങ്ങൾ മാത്രമല്ല നടക്കുന്നത്. അവരുടെ വീട്ടിലിരിക്കുന്ന മകൻ, ഹസ്ബൻഡ്, അമ്മ എന്നിങ്ങനെ ആരെയും കമന്റുകൾ വെറുതെ വിടുന്നില്ല. ഇനി ഇത്തരം സോഷ്യൽ മീഡിയ വിചാരണകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. വിചാരണകൾക്ക് ഇരയാകുന്നവരെല്ലാം നല്ല രീതിയിൽ ജനശ്രദ്ധ നേടിയവരാണ്. അല്ലാതെ കുറച്ചുപേര് മാത്രം അറിയുന്ന ആരെയും പ്രതിയാക്കി പ്രേക്ഷകർക്ക് മുന്നിൽ നിർത്തുന്നില്ല. 2, ഇത്തരം റിയാക്ഷൻ വീഡിയോകൾക്ക് താഴെ അവരെക്കാൾ മോശമായി വിഷം ചീറ്റുന്ന നന്മോളികളുടെ പ്രശ്നം വെറും കണ്ണുകടി മാത്രമാണ്. ഏത് രീതിയിലാണേലും മറ്റൊരാൾ നന്നാവുന്നത് പിടിക്കുന്നില്ല. ഇങ്ങനെ വിചാരണ നാടകം നടത്തുന്നവരെ പറ്റി ഒന്നോർക്കൂ. സമൂഹത്തിലെ തിന്മകളെല്ലാം തുടച്ചു നീക്കാൻ എല്ലാം ത്യജിച്ച് ഇറങ്ങി തിരിച്ചവർ വല്ലതുമാണോ ഇവർ? അവരും ഇവരെ വിറ്റുണ്ടാക്കുന്നത് വ്യൂസും കാശും തന്നെയാണ്. അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ, പ്ലീസ് സ്റ്റോപ്പ് സ്പ്രെഡിങ് നെഗറ്റിവിറ്റി. റിയാക്ട് ചെയ്യരുത്, പ്രതികരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. പ്രതികരിക്കണം, ശക്തമായി തന്നെ വിമർശിക്കണം. അല്ലെങ്കിൽ ആർക്കും ആരെയും പറ്റിച്ച് എങ്ങനെയും ജീവിക്കാം, ആരും ചോദിക്കാനില്ല എന്ന ഒരു സ്ഥിതി വരും. അതുകൊണ്ട് വിമർശിക്കൂ, പ്രതികരിക്കൂ, ചോദ്യം ചെയ്യൂ. പക്ഷേ അത് ഒരാളെ മാത്രം തിരഞ്ഞെടുത്ത് അവരെ ഒറ്റപ്പെടുത്തി കൂട്ടമായി ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരേ തെറ്റ് ചെയ്യുന്നവരെ ഒരേപോലെ കണ്ട് വിമർശിക്കുക. ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ്. ഓരോരുത്തരും ജീവിക്കട്ടെ. നന്ദി.